ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 107:1. കർത്താവിന് നന്ദി പറയുകൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. വാക്കുകൾ കൊണ്ട് നന്ദി പറയുക എന്ന് പറയുന്നത് ലഭിച്ച നന്മകളോട് കാണിക്കണ നീതിയല്ല എന്ന് എനിക്കറിയാം. എങ്കിലും 1-2 വാക്കുകൾ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിച്ചു പോരുന്ന, എനിക്ക് ഈ ദൈവവിളി തന്ന, എന്നെ കപ്പീറ്റ സഭയിലേക്ക് വിളിച്ച, എന്നെ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത്, ഈശോയുടെ തിരുഹത്തോട് ചേർത്ത് വെച്ച ദൈവത്തിന് 1000 നന്ദി. ത്രിയേക ദൈവത്തിനെ ഞാൻ ഈ നിമിഷം ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. തൻ്റെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും നീല കാപ്പയ്ക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ ഈ നിമിഷം പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസിനെയും ഒരുപാട് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഇനി നന്ദി പറയാനുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിനാണ്, എൻ്റെ സ്വന്തം കുടുംബത്തിനാണ്. ഇപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അപ്പനും അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു, നന്ദി ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവിടെ വന്ന് ചെവിക്ക് പിടിക്കുന്നതാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് നന്ദി പറയേണ്ടെന്നാണ് എൻ്റെ അമ്മയും അപ്പനും പറഞ്ഞത്. ചെവിക്ക് പിടിക്കുന്നതാണ്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിങ്ങനെ സെമിനാറിൽ പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പം എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞത് ഒരേ ഒരു വചനമാണ്, കലപ്പേ കൈവച്ചിട്ട് നീ തിരിഞ്ഞു നോക്കരുത്. അതെപ്പോഴും അവധിക്ക് വന്നാലും എൻ്റെ അപ്പൻ എന്നോട് പറയും, നീ കലപ്പേ കൈവച്ചിട്ട് നീ തിരിഞ്ഞു നോക്കരുത്, കലപ്പേ കൈവച്ച് നോക്കിയിട്ട് തിരിഞ്ഞു നോക്കരുത്. ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പനാണ്. എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയാണ്. അപ്പൻ ഒരിക്കൽ പോലും ഞങ്ങളുടെ മക്കളോട് ആരോടും പരാതി പറയുന്നത്, എൻ്റെ അമ്മയോടോ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളോട് ആരോടും പരാതി പറയുന്ന ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അപ്പനെ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നന്ദിയോടെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പൻ ഇങ്ങനെ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആത്മീയമായി ഒരുപാട് ഞാൻ അപ്പനെ കാണുമ്പോഴത്തേക്കിന് ഞാൻ ഒന്നുമല്ല എന്നും മനസ്സിലാകുന്നത്. സൗദിയിലാണ് വർക്ക് ചെയ്യണത്. അവധിക്ക് വരുമ്പോൾ ആദ്യമേ വീട്ടിൽ കയറുന്നതിന് മുമ്പ് പോയി കുമ്പസാരിച്ചിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ. ആത്മീയമായി അത്രമാത്രം ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ അപ്പനാണ്. അപ്പനിൽ നിന്നാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തത്. ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ എൻ്റെ അപ്പനെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അമ്മയെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. അമ്മയെ അറിയുന്നവർക്കൊക്കെ എന്നോട് പറയുന്നുണ്ട്, നീ ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട, നിനക്ക് വേണ്ടി ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ വേറെ ആർക്കും ഇല്ല. നിനക്ക് വേണ്ടി ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ വേറെ ആർക്കും ഇല്ല. കാരണം എനിക്ക് വീട്ടിൽ അവധിക്ക് വരുമ്പോൾ ചങ്കിലൊരു വേദന, ഒരു സങ്കടമാണ്, അല്ലെങ്കിൽ ഒരു കുറ്റമോ ഒരു വേദനയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കണ്ണൊക്കെ തിരുമ്മി പള്ളിയിലേക്ക് പോകാൻ കണ്ണൊക്കെ തിരുമ്മി എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഞാൻ കാണുന്ന കാഴ്ച എൻ്റെ അമ്മയും ഡാഡിയൊക്കെ ഇങ്ങനെ മുട്ടുമേൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. മണിക്കൂറുകളോളം എപ്പോൾ എഴുന്നേറ്റെന്ന് എനിക്കറിയത്തില്ല. മണിക്കൂറുകളോളം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചോദിക്കുക, എന്തിനാണ് ഇത്രയും നേരം പ്രാർത്ഥിക്കുന്നത്, എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നത്? അമ്മ പറയും, വേറെ ആർക്കും വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് വേണ്ടി മെറ്റിലെ മുട്ടുകുത്തിയിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ അമ്മയെ ഞാൻ ഒത്തിരി സ്നേഹത്തോട് ഓർക്കുകയാണ്. ഞങ്ങളുടെ മക്കളുടെ ഇടയിലും ഞങ്ങൾ 3 പേരുടെ ഇടയിലും അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പം അമ്മ പറയും, 3 പേരെ എനിക്ക് ഒരുപോലെ ഇഷ്ടമാണെന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ 3 മക്കൾക്കും അറിയാവുന്നൊരു സത്യമുണ്ട്, അമ്മയ്ക്കൊരു പ്രത്യേക സ്നേഹം എന്നോടുണ്ട്. അത് ഞാനിങ്ങനെ അച്ഛനായ പോയതുകൊണ്ടെന്നുള്ള സ്നേഹമല്ല, ചിലപ്പം ഇളയ കുട്ടിയായതുകൊണ്ടായിരിക്കാം. ഒരു പ്രത്യേക സ്നേഹം അമ്മയ്ക്ക് എന്നോടുണ്ട്. അത് ഞാൻ അനുഭവിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒത്തിരി പ്രാർത്ഥിക്കുന്നതിനും മുന്നോട്ടുള്ള ഇനിയും പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അമ്മയോട് ഒരിക്കലും പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ല. ഇനിയും പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം, പ്രാർത്ഥിക്കാൻ ഉറപ്പുകൊണ്ടെന്ന് എനിക്കറിയാം. അമ്മയെ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നന്ദിയോടെ ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വാക്ക് മാത്രം എൻ്റെ അപ്പനും അമ്മയ്ക്കും കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് കൊടുക്കാനില്ല. എല്ലാ വിശുദ്ധ ബലിയിലും ഞാൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ ബലിയിലും എൻ്റെ അപ്പനും അമ്മയും ഉണ്ടാകും എന്നുള്ളൊരു വാക്ക് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അതുമാത്രമേ എനിക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്ക് വാഗ്ദാനം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. ഏറ്റവും സ്നേഹം അടുത്തതായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ചേച്ചിക്കാണ്. ചേച്ചി ഞാനും തമ്മിൽ 7 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പം വളർന്ന കാലം തൊട്ട് എന്നെ ഇങ്ങനെ ഇളയ മോനായിട്ട് തന്നെയാണ് ചേച്ചി എന്നെ വളർത്തിയത്. എനിക്ക് വേണ്ടി കുറേ അടികൾ മേടിച്ചിട്ടുണ്ട്, ഒരുപാട് വഴക്കുകൾ കേട്ടിട്ടുണ്ട്, എല്ലാം ഏറ്റെടുത്ത് ചേച്ചി ചെയ്തിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ചേച്ചി തന്നെയാണ്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത്. ഞാൻ വഴക്ക് പറയുമ്പോൾ മാത്രമാണ് ചേച്ചിയുടെ ഈ കണ്ണുകൾ ശരിക്കും നിറയുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വഴക്ക് പറയുന്നത് ചിലപ്പോൾ വഴക്കുണ്ടാകുന്ന ചേച്ചിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. അമ്മ വഴക്ക് പറഞ്ഞാലും ഡാഡി വഴക്ക് പറഞ്ഞാലൊക്കെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും സങ്കടം പറഞ്ഞാൽ ചേച്ചിയുടെ കണ്ണ് നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പം എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ചേച്ചിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഓർക്കുക, നന്ദിയോടെ ഓർക്കുക. എന്നെ പഠിപ്പിച്ചതൊക്കെ സ്കൂളിലൊക്കെ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മൂത്ത ചേച്ചി ആയതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിച്ചതെല്ലാം എൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നന്ദിയോടെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. അതുപോലെ എൻ്റെ അനീഷേട്ടനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ്. അനീഷേട്ടൻ ഈ ദിവസങ്ങളൊക്കെ എന്നെ വിളിച്ചു പറയുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, അതുപോലെ തന്നെ തലേദിവസം ചേച്ചി പറഞ്ഞ് അവിടെ അനീഷേട്ടൻ വരുന്ന വണ്ടിയായിട്ട് വരുന്നുണ്ട്, എല്ലാ കാര്യത്തിനും അനീഷേട്ടൻ നോക്കിക്കോളും, നീ ഒന്ന് പേടിക്കണം, നീ അരമനെ പോയി നിന്നാൽ മതി എന്നൊക്കെ എന്നോട് പറയുകയും ഞാൻ ചെയ്ത് പറഞ്ഞു. അത് അനീഷേട്ടൻ തലേദിവസം വരികയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്ത് അനീഷേട്ടൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അനീഷേട്ടൻ്റെ കുടുംബത്തെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യാണ്. പിന്നെ ഏറ്റവും സ്നേഹമായ എൻ്റെ ജെറോമിനെ ഞാൻ ഓർത്ത് നന്ദി പറയാണ്. ജെറോമിനെ നന്ദി പറയാണ്. കാരണം ജെറോമിനെ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞുനാൾ മുതൽ ഞാനിങ്ങനെ വീട്ടിൽ പോകുമ്പോഴത്തേക്കിന് കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോഴത്തേക്കിന് ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിലും മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലും എന്തെങ്കിലും കുണുകുണാന്ന് വേണ്ട പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് ജെറോമ്. എനിക്കറിയത്തില്ല. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇവൻ എന്തേ പ്രാർത്ഥിക്കുന്നത്? അവൻ്റെ വായി വരുന്ന പ്രാർത്ഥന എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ബിജോയ് ശമാശിന് ഒരു നല്ലൊരു വൈദ്യനാക്കണേ, വിശുദ്ധനായി വൈദ്യനാക്കണേ, ബിജോയ് ശമാശൻ മരിച്ചു പോകല്ലേ, അങ്ങനെയൊക്കെയാണ് ജെറോം അവൻ പറയുന്ന വായിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജെറോമിന് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു.